നമസ്കാരം, പി.എസ്.സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ നടന്ന കലാപങ്ങൾ അല്ലെങ്കിൽ സമരം. ഇന്ന് എന്തൊക്കെ കലാപങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കുറിച്യർ ലഹളയെ പറ്റിയിട്ടാണ്. കുറിച്യർ റിവോൾട്ട് അല്ലെങ്കിൽ കുറിച്യർ ലഹളയെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത്. നമുക്ക് പോകാം ക്ലാസ്സിലേക്ക്. കുറിച്യർ കലാപം 1812 വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമരമാണ് കുറിച്യർ കലാപം. 1812 വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സമരമാണ് കുറിച്യർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുറിച്യർ കലാപം ആരംഭിച്ച തീയതി 1812 മാർച്ച് മാസം 25-ാം തീയതി. ഫുൾ ഡേറ്റ് പഠിച്ചോളനെ. കുറിച്യർ കലാപം ആരംഭിച്ച തീയതി എന്ന സുഹൃത്തുക്കളെ 1812 മാർച്ച് മാസം 25-ാം തീയതി ആയിരുന്നു. കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവർഗങ്ങളായിരുന്നു കുറിച്യരും അതുപോലെ തന്നെ കുറുമ്പരും. പഠിച്ചോളനെ. കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവർഗങ്ങൾ ആരൊക്കെയായിരുന്നു? കുറിച്യരും അതുപോലെ കുറുമ്പരുമായിരുന്നു. ആരൊക്കെയാണ്? കുറിച്യരും അതുപോലെ കുറുമ്പരുമായിരുന്നു. മലബ്രാഹ്മണർ എന്നറിയപ്പെട്ടിരുന്ന ഗോത്രവർഗം എന്ന് ചോദിച്ചാൽ അത് കുറിച്യർ ആണ്. പഠിച്ചോളനെ. മലബ്രാഹ്മണർ എന്നറിയപ്പെട്ടിരുന്ന ഗോത്രവിഭാഗം ഏതായിരുന്നു? കുറിച്യർ ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 1812 വയനാട്ടിൽ നടന്ന സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സമരമാണ് കുറിച്യർ കലാപം. കുറിച്യർ കലാപം ആരംഭിച്ച തീയതി കാണാതെ പഠിക്കുക. 1812 മാർച്ച് മാസം 25-ാം തീയതിയാണ്. കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവർഗങ്ങൾ ചോദിച്ചാൽ കുറിച്യരും കുറുമ്പരുമാണ്. മലബ്രാഹ്മണർ എന്നറിയപ്പെട്ടിരുന്ന ഗോത്രവിഭാഗം ചോദിച്ചാൽ അത് കുറിച്യരാണ്. പഠിക്കുക. കന്നഡ പദങ്ങളായ കുറിയ അഥവാ മലയെന്നും ചിയാൻ അഥവാ ആളുകൾ എന്ന വാക്കുകളിൽ നിന്നുമാണ് മലയിൽ വസിക്കുന്നവർ എന്ന അർത്ഥമുള്ള കുറിച്യൻ അഥവാ കുറിച്യർ എന്ന പദം രൂപമെടുത്തത്. പഠിച്ചോളനെ. കന്നഡ പദങ്ങളായ കുറി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കന്നഡയില് മലയെന്നും ചിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നാണ് അർത്ഥം. ഈ രണ്ട് പദങ്ങളും ചേർത്താണ് മലയിൽ വസിക്കുന്നവർ എന്ന അർത്ഥം വരുന്ന കുറിച്യൻ എന്നുള്ളത് വാക്ക് രൂപപ്പെട്ടത്, അല്ലെങ്കിൽ കുറിച്യൻ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കൂട്ടുകുടുംബങ്ങൾ വയനാട്ടിലും കണ്ണൂരിലുമുള്ള കുറിച്യരുടേതാണ്. പഠിച്ചോളനെ. ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കൂട്ടുകുടുംബങ്ങൾ എന്ന് പറയുന്നത് വയനാട്ടിലും കണ്ണൂരുമുള്ള കുറിച്യരുടേതാണ്. കുറിച്യരുടെ കൂട്ടുകുടുംബങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മിറ്റം. മറക്കല്ലേ. കുറിച്യരുടെ കൂട്ടുകുടുംബം അറിയപ്പെടുന്ന പേരാണ് മിറ്റം എന്നുള്ളത്. മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളിൽ അവസാനമായി നടന്ന കലാപം എന്നറിയപ്പെടുന്നത് കുറിച്യർ കലാപമാണ്. പഠിച്ചോളനെ. മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളില് അവസാനമായിട്ട് നടന്ന കലാപം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുറിച്യർ കലാപമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കന്നഡ പദങ്ങളായ കുറി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മലയെന്നാണ്. അതുപോലെ ചിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നാണ്. ഈ രണ്ടു പദങ്ങളും കൂടെ ചേർന്നാണ് മലയിൽ വസിക്കുന്നവർ എന്ന അർത്ഥമുള്ള കുറിച്യൻ അഥവാ കുറിച്യർ എന്ന പദം രൂപമെടുത്തത്. ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും വലിയ കൂട്ടുകുടുംബം വയനാട്ടിലും കണ്ണൂരിലുമുള്ള കുറിച്യരുടേതാണ്. കുറിച്യരുടെ കൂട്ടുകുടുംബങ്ങൾ അറിയപ്പെടുന്ന പേരാണ് മിറ്റം. മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളിൽ അവസാനമായി നടന്ന കലാപം എന്നറിയപ്പെടുന്നത് കുറിച്യർ കലാപമാണ്. പഠിക്കുക. കുറിച്യർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കുറിച്യർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയത്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്. ഗോത്രവർഗക്കാരായ കുറിച്യരുടെയും കുറുമ്പരുടെയും മേലെ ബ്രിട്ടീഷുകാർ പെട്ടെന്ന് നികുതി ഏർപ്പെടുത്തിയതാണ് എന്തിന് കാരണമായത്? കുറിച്യർ കലാപത്തിന് കാരണമായത്. നികുതിയായി സാധനങ്ങൾ കൈപ്പറ്റിയിരുന്ന ബ്രിട്ടീഷുകാര് നികുതി പണമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അത്രയും നാള് നമ്മുടെ ഗോത്രവർഗക്കാര് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, അതിപ്പോ എന്തെങ്കിലും വിളകളായിരിക്കാം, ഇതൊക്കെ എന്ത് ചെയ്യും? ബ്രിട്ടീഷുകാര് നികുതിക്ക് പകരമായിട്ട് അവരെന്ത് ചെയ്തിരുന്നു? ശേഖരിച്ചിരുന്നു. എന്നാൽ ഇനി മുതല് നികുതിയായിട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഭക്ഷ്യസാധനങ്ങളൊന്നും കൈപ്പറ്റില്ലെന്നും അതിനു പകരം പണം തന്നെ നൽകണമെന്നും ആവശ്യപ്പെട്ടു? ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. നികുതി അടയ്ക്കാത്ത ഗോത്രവർഗക്കാരുടെ തുണ്ടുഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നികുതി അടയ്ക്കാത്ത ഗോത്രവർഗക്കാരുടെ തുണ്ടുഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നികുതി അടയ്ക്കാത്ത കുറിച്യർ ജനതയെ അടിമകളാക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാരെ. പഠിച്ചോളനെ. നികുതി അടയ്ക്കാത്ത കുറിച്യർ ജനതകളിലെ അല്ലെങ്കിൽ കുറിച്യർ ഗോത്രവർഗക്കാരുടെ തുണ്ടുഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും അതിനോടൊപ്പം തന്നെ കുറിച്യർ ജനതയെ അടിമകളാക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു. പരമ്പരാഗതമായി ഗോത്രവർഗക്കാർ വനത്തിൽ നടത്തിയിരുന്ന വെട്ടിച്ചുട്ടു കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചു. ഇതും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കുറിച്യർ കലാപത്തിന്. പരമ്പരാഗതമായിട്ട് ഈ കുറിച്യരും കുറുമ്പരും നമ്മുടെ വനങ്ങളിൽ നടത്തിയിരുന്ന വെട്ടിച്ചുട്ട് എന്ന കൃഷി രീതിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചു. ഇതും എന്തിന് കാരണമാണ്? നമ്മുടെ കുറിച്യർ കലാപത്തിന് കാരണമാണ്.
പഴശ്ശി കലാപത്തിൽ ഗോത്രജനങ്ങൾ പങ്കെടുത്തതാണ് ബ്രിട്ടീഷുകാരിൽ പ്രതികാര മനോഭാവം ഉണ്ടാക്കിയത്. ഇത് തിരിച്ചറിഞ്ഞ ഗോത്രവർഗക്കാർ കലാപത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. പഴശ്ശി കലാപത്തിലെ ഗോത്രജനങ്ങൾ പങ്കെടുത്തതാണ് ബ്രിട്ടീഷുകാർക്ക് പ്രതികാര മനോഭാവം ഉണ്ടാകുന്നതിന് കാരണമായത്. ഇത് തിരിച്ചറിഞ്ഞ ഗോത്രവർഗക്കാരെ കലാപം ആരംഭിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ കലാപത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഗോത്രവർഗക്കാരെ കുറിച്യരുടെയും കുറുമ്പരുടെയും മേലെ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ് കുറിച്യർ കലാപം തുടങ്ങുന്നതിനുള്ള കാരണം. നികുതിയായി സാധനങ്ങൾ കൈപ്പറ്റിയിരുന്ന ബ്രിട്ടീഷുകാര് നികുതി പണമായി അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. നികുതി അടയ്ക്കാത്ത ഗോത്രവർഗക്കാരുടെ തുണ്ടുഭൂമികൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നികുതി അടയ്ക്കാത്ത കുറിച്യർ ജനതയെ അടിമകളാക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാർ. പരമ്പരാഗത ഗോത്രവർഗക്കാർ വനത്തിൽ നടത്തിയിരുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതും കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണ്. പഴശ്ശി കലാപത്തിൽ ഗോത്രജനങ്ങൾ പങ്കെടുത്തതാണ് ബ്രിട്ടീഷുകാരിൽ പ്രതികാര മനോഭാവം ഉണ്ടാക്കിയത്. ഇത് തിരിച്ചറിഞ്ഞ ഗോത്രവർഗക്കാർ കലാപത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. പഠിക്കുക. കുറിച്യർ ലഹളയുടെ നേതാവ് രാമൻ നമ്പി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക. കുറിച്യർ ലഹളയുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാ സുഹൃത്തുക്കളെ? രാമൻ നമ്പിയാണ്. രാമമൂപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുറിച്യർ നേതാവ് രാമൻ നമ്പി. പഠിച്ചോളനെ. രാമമൂപ്പർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുറിച്യർ നേതാവ് ആരാണ്? രാമൻ നമ്പിയാണ്. ഒന്നുകൂടി പറയാം. രാമമൂപ്പർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുറിച്യർ നേതാവ് രാമൻ നമ്പിയാണ്. പഠിക്കുക. രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ച വർഷം 1812 മെയ് മാസം 1-ാം തീയതി ശിരച്ഛേദം ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ച വർഷം 1812 മെയ് മാസം 1-ാം തീയതി. കുറിച്യർ കലാപത്തിന്റെ ഭാഗമായി കലാപകാരികൾ ഒത്തുചേർന്ന് ആലോചനാ യോഗം ചേർന്ന പ്രദേശം മല്ലൂര്, ഇപ്പോഴത്തെ തമിഴ്നാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. പഠിച്ചോളണേ. നമ്മുടെ കുറിച്യർ കലാപത്തിന്റെ ഭാഗമായിട്ട് കലാപകാരികൾ ഒത്തുചേർന്ന് ആലോചനാ യോഗം ചേർന്ന പ്രദേശം ചോദിച്ചാൽ അത് മല്ലൂരാണ്. ഇപ്പോൾ അത് എവിടെയാണ്? നമ്മുടെ തമിഴ്നാട് സ്റ്റേറ്റിലാണ്. മറക്കല്ലേ, തമിഴ്നാട് സ്റ്റേറ്റിലാണ്. അമ്പും വില്ലുകളും ഉപയോഗിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തെ കുറിച്യർ ജനത ശക്തമായി പ്രതിരോധിച്ചു. അമ്പും വില്ലുകളും ഉപയോഗിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തെ കുറിച്യർ ജനത ശക്തമായി പ്രതിരോധിച്ചു. ബ്രിട്ടീഷ് കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന കുറിച്യർ പോലും ജോലി രാജിവെച്ചുകൊണ്ട് കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന കുറിച്യർ പോലും ജോലി രാജിവെച്ചുകൊണ്ട് കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതാണ് കലാപം ഇത്രയും വലുതാവാനുള്ള കാരണം കേട്ടോ. അപ്പോൾ കുറിച്യർ ലഹളയുടെ നേതാവായിരുന്നു ചോദിച്ചാൽ രാമൻ നമ്പിയാണ്. രാമമൂപ്പർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുറിച്യർ നേതാവ് രാമൻ നമ്പിയാണ്. രാമൻ നമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ച വർഷം 1812 മെയ് മാസം 1-ാം തീയതി. കുറിച്യർ കലാപത്തിന്റെ ഭാഗമായി കലാപകാരികൾ ഒത്തുചേർന്ന് ആലോചനാ യോഗം ചേർന്ന പ്രദേശം മല്ലൂരാണ്. അതിപ്പോഴത്തെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. അമ്പും വില്ലും ഉപയോഗിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തെ കുറിച്യർ ജനത ശക്തമായി പ്രതിരോധിച്ചു. ബ്രിട്ടീഷ് കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന കുറിച്യർ പോലും ജോലി രാജിവെച്ചുകൊണ്ട് കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പഠിക്കുക. ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത സൈനിക വിഭാഗമായിരുന്നു കോൽക്കർ. കോൽക്കറിനെ നമുക്കറിയാലോ സുഹൃത്തുക്കളെ. നമ്മുടെ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് പഴശ്ശിരാജയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ രൂപം നൽകിയ പ്രത്യേക നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ സൈനിക വിഭാഗമായിരുന്നു കോൽക്കർ എന്ന് പറയുന്നത്. എന്നാൽ പഴശ്ശിരാജയെ പിടിച്ചതോടുകൂടി പിന്നെ ഈ കോൽക്കർക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ലാതായി. എവിടെയാണ്? ഈ ബ്രിട്ടീഷുകാരുടെ ഇടയ്ക്ക്. അതോടുകൂടി ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് കുറിച്യർ കലാപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ആരാണ്? കോൽക്കർ. അപ്പോൾ ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്, ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത സൈനിക വിഭാഗം എന്ന് ചോദിച്ചാൽ അത് കോൽക്കർ ആണ്. കലാപകാരികൾ അവരുടെ ഗോത്രദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പുരോഹിതന്മാരും ഈ കലാപത്തെ ആളിക്കത്തിച്ചു. അപ്പൊ പുരോഹിതന്മാരും വെറുതെ ഇരുന്നില്ല. കലാപകാരികൾക്ക് അവരുടെ ഗോത്രദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാർ എന്ത് ചെയ്തു? ഈ കലാപത്തെ ആളിക്കത്തിക്കുകയും ചെയ്തു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം. പഠിച്ചോളനെ. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ മറ്റു വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇനി പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. പ്ലാക്ക ചന്തു, ആയിര വീട്ടിൽ കോന്തപ്പൻ, മസിലോട്ടടൻ യാമോ,
വെൻകലോൺ കേളു. ഇത്രയും പേരുടെ പേരും ദയവ് ചെയ്ത് സുഹൃത്തുക്കൾ പഠിക്കണേ, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ തന്നെ പ്ലാക്ക ചന്തുവും 1000 വീട്ടിൽ കോന്തപ്പനും അതുപോലെ വെൻകലോൺ കേളുവിനെയും PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കുറിച്യൽ കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ സമുന്നത നേതാവ് എന്നൊക്കെ പറയുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം രാമൻ നമ്പിയാണ്. എന്നാൽ ഇവിടെ പഠിക്കാനുള്ളത് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ മറ്റു കുറച്ച് വ്യക്തികൾ കൂടെ ഉണ്ടായിരുന്നു. അത് ആരൊക്കെയാണ് സുഹൃത്തുക്കളെ? പ്ലാക്ക ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ, മാസിലോട്ടാടൻ യാമു, അതുപോലെ വെൻകലോൺ കേളു. എന്താണ് വെൻകലോൺ കേളു? പഠിക്കുക. വയനാട്ടിലെ ഗതാഗത മേഖല മുഴുവൻ കൈയടക്കിയ കുറിച്യർ ജനത ഏലച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാരെ തോൽപ്പിക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. വയനാട്ടിലെ ഗതാഗത മേഖല മുഴുവൻ കൈയടക്കിയ കുറിച്യർ ജനത ഏലച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാരെ തോൽപ്പിക്കുകയും ചെയ്തു. കുറിച്യർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് സൈന്യം എത്തിയത് ശ്രീരംഗപട്ടണത്തിൽ നിന്നും. ഇമ്പോർട്ടന്റ് ആണ്. കുറിച്യർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി കൂടുതൽ സൈന്യം അല്ലെങ്കിൽ കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം എത്തിയത് ശ്രീരംഗപട്ടണത്തിൽ നിന്നുമാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിക്കുക. കുറിച്യർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം എത്തിയത് എവിടെന്ന് ചോദിച്ചാൽ അത് ശ്രീരംഗപട്ടണത്തിൽ നിന്നും. വെൻകലോൺ കേളുവിനെ പരസ്യമായി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും 1812 മെയ് മാസം 8-ാം തീയതി കുറിച്യർ കലാപം അടിച്ചമർത്തുകയും ചെയ്തു. പഠിച്ചോളണേ. വെൻകലോൺ കേളുവിനെ പരസ്യമായി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും 1812 മെയ് മാസം 8-ാം തീയതി കുറിച്യർ കലാപം അടിച്ചമർത്തുകയും ചെയ്തു. കുറിച്യർ കലാപത്തിന്റെ 200-ാം വാർഷികം ആചരിച്ചത് 2012-ലാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മള് കറണ്ട് അഫേഴ്സ് ആണെന്ന് കരുതി പണ്ട് പഠിച്ചതാണെന്നും കരുതി ഒന്നും വിട്ടിട്ട് പോവരുത്. PSC ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കുറിച്യർ കലാപത്തിന്റെ 200-ാം വാർഷികം നമ്മൾ ആചരിച്ചത് 2012-ലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വയനാട്ടിലെ ഗതാഗത മേഖല മുഴുവൻ കൈയടക്കിയ കുറിച്യർ ജനത ഏലച്ചുരം എന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാരെ തോൽപ്പിക്കുകയും ചെയ്തു. കുറിച്യർ കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി കൂടുതൽ ബ്രിട്ടീഷ് സൈന്യം എത്തിയത് ശ്രീരംഗപട്ടണത്തിൽ നിന്നും. വെൻകലോൺ കേളുവിനെ പരസ്യമായി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുകയും 1812 മെയ് മാസം 8-ാം തീയതി കുറിച്യർ കലാപം അടിച്ചമർത്തുകയും ചെയ്തു. പഠിക്കുക. കുറിച്യർ കലാപത്തിന്റെ 200-ാം വാർഷികം നമ്മൾ ആചരിച്ചത് 2012-ലാണ്. കുറിച്യർ ഗോത്രവർഗക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ. പഠിച്ചോളനെ. കുറിച്യർ ഗോത്രവർഗക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ. പേരെന്താണ്? തോമസ് വാർഡൻ. കുറിച്യർ കലാപ സമയത്ത് മലബാർ സബ് കളക്ടർ ആയിരുന്നു TH ബേബർ. ഇത് രണ്ടും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക. കുറിച്യർ കലാപ സമയത്ത് മലബാർ സബ് കളക്ടർ ആരായിരുന്നു? TH ബേബർ ആയിരുന്നു. കുറിച്യർ ഗോത്രവർഗക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ എന്ന് ചോദിച്ചാൽ തോമസ് വാർഡൻ ആയിരുന്നു. 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ പറ്റി അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ TH ബേബർ ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ പറ്റി അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TH ബേബർ ആണ്. ആരാണ്? TH ബേബർ ആണ്. കുറിച്യർ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി. ഇതും PSC പ്രീവിയസ് ആയി 2 തവണ ചോദിച്ചതാണ്. പഠിച്ചോളനെ. കുറിച്യർ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കുറിച്യർ ഗോത്രവർഗക്കാർക്ക് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ ആണ്. കുറിച്യർ കലാപ സമയത്ത് മലബാർ സബ് കളക്ടർ TH ബേബർ ആയിരുന്നു. 1 മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന കുറിച്യർ കലാപത്തെ പറ്റി അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? TH ബേബർ ആണ്. കുറിച്യന്മാരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് കുമാരൻ വയലേരി. പേരെന്താണ്? കുമാരൻ വയലേരി. പുസ്തകത്തിന്റെ പേരെന്താണ്? കുറിച്യർ ജീവിതവും സംസ്കാരവും. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മലബാർ കലാപം. എന്താ മലബാർ റെബലിയൻ അല്ലെങ്കിൽ മലബാർ കലാപം? PSC ഒരുപാട് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, പഠിച്ചോളനെ. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിലെ കലാപങ്ങളിൽ ഒന്നാണ് മലബാർ കലാപം. പ്രധാനപ്പെട്ട ഏതൊരു PSC എക്സാം ഉണ്ടായിരുന്നാലും അതിനകത്ത് മലബാർ കലാപത്തിൽ നിന്ന് ഒരു ചോദ്യം കാണാതിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ LD എക്സാമിനും മലബാർ കലാപം അല്ലെങ്കിൽ മലബാർ റെബലിയൻ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം മലബാർ കലാപത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. മലബാർ കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കാർഷിക കലാപമായും വർഗീയ കലാപമായും അറിയപ്പെടുന്നത് മലബാർ കലാപം. പഠിച്ചോളനെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കാർഷിക കലാപമായും
വർഗീയ കലാപമായും അറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുമായി ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങളാണ് മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിച്ചോളനെ. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിലായി ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങളാണ് മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1836 മുതൽ ചെറുതും വലുതുമായ 50-ലധികം കലാപങ്ങൾ മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1836 മുതൽ ചെറുതും വലുതുമായിട്ടുള്ള 50-ലധികം കലാപങ്ങൾ മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോ സുഹൃത്തുക്കൾക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമായിരിക്കും, പിന്നെ എന്തിനാ നമ്മൾ മലബാർ കലാപം 1921 എന്ന് എടുത്തു പഠിക്കുന്നതെന്ന് ചോദിച്ചാല്, ഈ 1836 വരെ നമ്മുടെ മലബാർ മേഖലയിലെ മലബാർ കലാപത്തിന്റെ പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിന്റെ ഏറ്റവും ഭീകരതയുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായ അവസ്ഥ ഉണ്ടായത് 1921 മലബാർ കലാപമാണ്. അതുകൊണ്ടാണ് നമ്മൾ മലബാർ കലാപം 1921 എന്ന് എടുത്തു പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ആ കൺഫ്യൂഷൻ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ, മലബാർ കലാപത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കാർഷിക കലാപമായും വർഗീയ കലാപമായും അറിയപ്പെടുന്നത് മലബാർ കലാപം. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിലായി ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങളാണ് മലബാർ കലാപം എന്നറിയപ്പെടുന്നത്. 1836 മുതൽ ചെറുതും വലുതുമായ 50-ലധികം കലാപങ്ങൾ മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പഠിക്കുക. മാപ്പിള കലാപം എന്നും മലബാർ ലഹള എന്നും മാപ്പിള ലഹള എന്നും അറിയപ്പെടുന്നത് മലബാർ കലാപം. പഠിച്ചോളനെ. മാപ്പിള കലാപം എന്നും മലബാർ ലഹള എന്നും മാപ്പിള ലഹള എന്ന പേരിലും അറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം മലബാർ കലാപം. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് മലബാർ കലാപമാണ്. മാപ്പിള എന്ന വാക്കിന്റെ അർത്ഥം മരുമകൻ എന്നാണ്. മാപ്പിള എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മരുമകൻ എന്നാണ്. ബ്രിട്ടീഷുകാർക്കും ജന്മിത്വത്തിനുമെതിരെ ആക്രമണം നടത്തുവാൻ മാപ്പിള കുടിയാന്മാർക്ക് പ്രചോദനമേകിയ വിപ്ലവമായിരുന്നു 1843 ചേരൂർ വിപ്ലവം. ചേരൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിൽ കേട്ടോ. പഠിച്ചോളനെ. ബ്രിട്ടീഷുകാർക്കും ജന്മിത്വത്തിനുമെതിരെ ആക്രമണം നടത്തുവാൻ മാപ്പിള കുടിയാന്മാർക്ക് പ്രചോദനമേകിയ വിപ്ലവം ഏതാണ്? 1843 ചേരൂർ വിപ്ലവം. ഇപ്പോൾ ചേരൂർ എവിടെയാണ്? നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഭാഗമാണ്. മലബാർ കലാപം അരങ്ങേറിയ വർഷം 1921. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. പഠിക്കുക. മലബാർ കലാപം അരങ്ങേറിയ വർഷം 1921. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മാപ്പിള കലാപം എന്നും മലബാർ ലഹള എന്നും മാപ്പിള ലഹള എന്ന പേരിലും അറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം എന്ന് ചോദിച്ചാൽ അത് മലബാർ കലാപം. മാപ്പിള എന്ന വാക്കിന്റെ അർത്ഥം മരുമകൻ എന്നാണ്. ബ്രിട്ടീഷുകാർക്കും ജന്മിത്വത്തിനുമെതിരെ ആക്രമണം നടത്തുവാൻ മാപ്പിള കുടിയാന്മാർക്ക് പ്രചോദനമേകിയ വിപ്ലവം 1843 ചേരൂർ വിപ്ലവം. ചേരൂർ ഇപ്പോൾ മലപ്പുറം ജില്ലയുടെ ഭാഗമാണ്. മലബാർ കലാപം അരങ്ങേറിയ വർഷം 1921. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് മലബാർ കലാപത്തിന്റെ പ്രധാന കാരണങ്ങളാണ്. മലബാർ കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ. മലബാറിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തെറ്റായ നികുതി നയം. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചതും ഈ പോയിന്റ് ആണ്. മലബാറിലെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തെറ്റായ നികുതി നയം എന്തിന് കാരണമാണ്? മലബാർ കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ജമ്മികളുടെ കീഴിലായിരുന്ന ഭൂപ്രദേശങ്ങൾ മാപ്പിളമാർക്ക് ലഭിക്കുകയും 4ാം ആംഗ്ലോ യുദ്ധത്തിൽ ടിപ്പു സുൽത്താന്റെ മരണത്തോടുകൂടി ബ്രിട്ടീഷുകാർ മാപ്പിളമാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഭൂപ്രദേശങ്ങൾ യഥാർത്ഥ ജമ്മികൾക്ക് നൽകാൻ പദ്ധതിയിട്ടത് മലബാർ കലാപത്തിന്റെ മറ്റൊരു കാരണമാണ്. പഠിച്ചോളനെ. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ജമ്മികളുടെ കീഴിലായിരുന്ന ഭൂപ്രദേശങ്ങള് മാപ്പിളമാർക്ക് ലഭിക്കുകയും 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തില് ടിപ്പു സുൽത്താന്റെ മരണത്തോടുകൂടി ബ്രിട്ടീഷുകാർ മാപ്പിളമാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഭൂപ്രദേശങ്ങൾ യഥാർത്ഥ ജമ്മികൾക്ക് നൽകാൻ പദ്ധതിയിടുകയും ചെയ്തു. പഴയ ഭൂമികൾക്ക് പുറമെ കൂടുതൽ ഭൂമി ജമ്മിമാർക്ക് നൽകിയ ബ്രിട്ടീഷുകാരുടെ പ്രവൃത്തി മലബാറിലെ മാപ്പിളമാരെ ബ്രിട്ടീഷുകാർക്കെതിരാക്കി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പഴയ ഭൂമി ഓൾറെഡി ഈ മാപ്പിളമാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു?
ജന്മികൾക്ക് തിരിച്ചു നൽകി. അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തു, കൂടുതൽ ഭൂമി കൂടി എന്ത് ചെയ്തു, ജന്മിമാർക്ക് ബ്രിട്ടീഷുകാരെ നൽകുകയും ചെയ്തു. ഇത് മലബാറിലെ മാപ്പിളമാരെ ബ്രിട്ടീഷുകാർക്ക് എതിരാക്കി. പട്ടിണിയുടെ വക്കിൽ കഴിയുമ്പോഴും കർഷകർ തങ്ങളുടെ കൃഷിഭൂമി ഉയർന്ന വാടക ജന്മിമാർക്ക് നൽകണമായിരുന്നു. പട്ടിണിയുടെ വക്കിൽ കഴിയുമ്പോഴും കർഷകർ തങ്ങളുടെ കൃഷിഭൂമിക്ക് ഉയർന്ന വാടക ജന്മിമാർക്ക് നൽകണമായിരുന്നു. വാടകയും നികുതിയും നൽകാത്ത കർഷകരെ ബ്രിട്ടീഷുകാർ ക്രൂരമായ ശിക്ഷകൾ നൽകി പോന്നിരുന്നു. വാടകയും നികുതിയും നൽകാത്ത കർഷകർക്കെതിരെ ബ്രിട്ടീഷുകാര് ക്രൂരമായ ശിക്ഷകളും നൽകിപ്പോയിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം. മലബാറിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തെറ്റായ നികുതി നയമാണ് മലബാർ കലാപത്തിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്. അതിനോടൊപ്പം പഠിക്കേണ്ട മറ്റു കാരണങ്ങളാണ് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ജന്മികളുടെ കീഴിലായിരുന്ന ഭൂപ്രദേശങ്ങൾ മാപ്പിളമാർക്ക് ലഭിക്കുകയും 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താന്റെ മരണത്തോടുകൂടി ബ്രിട്ടീഷുകാർ മാപ്പിളമാരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂപ്രദേശങ്ങൾ യഥാർത്ഥ ജന്മികൾക്ക് നൽകുവാൻ പദ്ധതിയിട്ടത് മലബാർ കലാപത്തിനൊരു കാരണമായി പറയുന്നു. പഴയ ഭൂമികൾക്ക് പുറമെ കൂടുതൽ ഭൂമി ജന്മിമാർക്ക് നൽകിയ ബ്രിട്ടീഷുകാരുടെ പ്രവൃത്തി മലബാറിലെ മാപ്പിളമാരെ ബ്രിട്ടീഷുകാർക്കെതിരാക്കി. പട്ടിണിയുടെ വക്കിൽ കഴിയുമ്പോഴും കർഷകർ തങ്ങളുടെ ഭൂമിക്ക് ഉയർന്ന വാടക നൽകണമെന്ന് ജന്മിമാർ തീരുമാനിക്കുകയും അതിനോടൊപ്പം തന്നെ വാടകയും നികുതിയും നൽകാതെ കർഷകരെ ബ്രിട്ടീഷുകാർ ക്രൂരമായി ശിക്ഷകൾ നൽകി പോന്നിരുന്നതും മലബാർ കലാപത്തിന്റെ പ്രധാന കാരണങ്ങളായിട്ട് കരുതപ്പെടുന്നു. 1836 മുതൽ മാപ്പിളകളുടെ കലാപ പരമ്പരയ്ക്ക് ആരംഭം കുറിക്കുകയും നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരെയും ഉടമകളെയും അവർ കൊന്നൊടുക്കുകയും ചെയ്തു. 1836 മുതൽ മാപ്പിളകളുടെ കലാപം ആരംഭിക്കുകയും അല്ലെങ്കിൽ അതിന്റെ പരമ്പര ആരംഭിക്കുകയും നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഭൂ ഉടമകളെയും അവർ കൊന്നൊടുക്കുകയും ചെയ്തു. 1921 മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 1921 മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. പഠിച്ചോളണേ. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിന്റെ പെട്ടെന്നുള്ള അറസ്റ്റാണ് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ പൂക്കോട്ടൂർ കലാപമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്, മലബാർ കലാപമായിട്ട് മാറിയത്. പഠിച്ചോളനെ. 1921 മലബാർ കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞത്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ പൂക്കോട്ടൂർ കലാപം പിന്നെ മലബാർ കലാപമായി മാറുകയും ചെയ്തു. 1921 ഒറ്റപ്പാലത്ത് വെച്ച് ടി പ്രകാശത്തിന്റെ അധ്യക്ഷതയോടുകൂടിയ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഖിലാഫത്ത് പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് മർദ്ദിച്ചതും മറ്റൊരു കാരണമായി കരുതപ്പെടുന്നു. 1921 ഒറ്റപ്പാലത്ത് വെച്ച് ടി പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഖിലാഫത്ത് പ്രവർത്തകരെയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് മർദ്ദിച്ചതും 1921 മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായിട്ട് പറയപ്പെടുന്നു. പഠിക്കുക. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പറഞ്ഞൊരു യുദ്ധമായിരുന്നു പൂക്കോട്ടൂർ യുദ്ധം അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപം അല്ലെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് സത്യത്തിൽ അന്ന് പൂക്കോട്ടൂർ നടന്നത് എന്ന്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, നോക്കാം. പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് മലബാർ കലാപം. പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് മലബാർ കലാപം. കാരണം എന്തെന്ന് ചോദിച്ചാല് ഈ മലബാർ കലാപത്തിന് തൊട്ടു മുമ്പ് നടന്നത് പൂക്കോട്ടൂർ യുദ്ധമാണ്. ഈ പൂക്കോട്ടൂർ യുദ്ധത്തിനെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും സത്യത്തിൽ ഈ മലബാർ കലാപം ഉണ്ടാവാനുള്ള ഒരു ഫയർ അല്ലെങ്കിൽ ഒരു കാരണം എന്തെന്ന് ചോദിച്ചാല് ഏറ്റവും പ്രധാനമാരാണ് ഈ പൂക്കോട്ടൂർ യുദ്ധമാണ് കേട്ടോ. അപ്പൊ പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പെട്ടെന്ന് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാപം ചോദിച്ചാൽ അത് മലബാർ കലാപമാണ്. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. മലബാർ കലാപത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായി നടന്ന പോരാട്ടം അറിയപ്പെടുന്ന പേരാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായി നടന്ന ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പോരാട്ടമാണ് പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൂക്കോട്ടൂർ യുദ്ധം നടന്ന തീയതി 1921 ആഗസ്റ്റ് 26. പഠിച്ചോളനെ. പൂക്കോട്ടൂർ യുദ്ധം നടന്ന തീയതി 1921 ഓഗസ്റ്റ് മാസം 26 തീയതിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ശക്തമായ സായുധ വിപ്ലവം എന്നറിയപ്പെടുന്നത് പൂക്കോട്ടൂർ യുദ്ധം. സായുധ വിപ്ലവം എന്ന് വെച്ചാല് ആയുധങ്ങൾ കൊണ്ടു നടന്നിട്ടുള്ള വിപ്ലവം കേട്ടോ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ശക്തമായ സായുധ വിപ്ലവം ഏത് എന്ന് ചോദിച്ചാൽ അത് പൂക്കോട്ടൂർ യുദ്ധമാണ്. പഠിക്കുക.
ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പൂക്കോട്ടൂർ യുദ്ധം അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് നമ്മുടെ മലബാർ കലാപം തന്നെയാണ്. മലബാർ കലാപത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായി നടന്ന പോരാട്ടം അറിയപ്പെടുന്ന പേരാണ് പൂക്കോട്ടൂർ യുദ്ധം. യുദ്ധം നടന്ന തീയതി ചോദിച്ചാൽ, അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധം നടന്ന തീയതി 1921 ഓഗസ്റ്റ് മാസം 26 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ശക്തമായ സായുധ വിപ്ലവം എന്ന് ചോദിച്ചാൽ അത് പൂക്കോട്ടൂർ യുദ്ധമാണ് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് പൂക്കോട്ടൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിനുള്ള കാരണമാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ കലാപത്തിന് തൊട്ടു മുമ്പാണ് പൂക്കോട്ടൂർ യുദ്ധം നടന്നത്. അപ്പോൾ ഈ പൂക്കോട്ടൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെടേണ്ട കാരണം കൂടി നമ്മൾ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം പൂക്കോട്ടൂർ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ കാരണം എന്താണെന്ന്. പൂക്കോട്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭൂമിയുടെ 3/4 ഭാഗവും നിലമ്പൂർ കോവിലത്തിന്റെ വകയായിരുന്നു. പഠിച്ചോളണേ, പൂക്കോട്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭൂമിയുടെ 3/4 ഭാഗവും നിലമ്പൂർ കോവിലകം വകയായിരുന്നു. കോവിലകം വക ഭൂപ്രദേശങ്ങൾ പാട്ടത്തിനെടുത്തിരുന്നത് മാപ്പിളമാരായിരുന്നു. കോവിലം വക ഭൂപ്രദേശങ്ങൾ പാട്ടത്തിനെടുത്തിരുന്നത് മാപ്പിളമാരായിരുന്നു. കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും നിലമ്പൂർ രാജ, അതായത് ഈ നിലമ്പൂർ കോവിലകത്തിന്റെ തമ്പുരാനായിട്ടുള്ള നിലമ്പൂർ രാജ പാട്ടത്തുക കുറയ്ക്കാൻ വിസമ്മതിച്ചു. ഇതും പൂക്കോട്ടൂർ യുദ്ധത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. അതായത് കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും നിലമ്പൂർ രാജ പാട്ടത്തുക കുറയ്ക്കാനായിട്ട് വിസമ്മതിച്ചതും എന്തിന് കാരണമായി? പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണമായി. നിലമ്പൂർ രാജ ആരാണെന്ന് ചോദിച്ചാൽ ഈ നിലമ്പൂർ കോവിലകത്തിന്റെ തമ്പുരാനാണ് നിലമ്പൂർ രാജ. ബ്രിട്ടീഷുകാരുമായുള്ള നിലമ്പൂർ രാജയുടെ ചങ്ങാത്തം പാട്ടം നൽകാത്ത മാപ്പിളമാർക്ക് നേരെ അക്രമങ്ങൾ അയച്ചുവിടാൻ നിലമ്പൂർ രാജയെ സഹായിച്ചു. പഠിച്ചോളനെ, ബ്രിട്ടീഷുകാരുമായുള്ള നിലമ്പൂർ രാജയുടെ ചങ്ങാത്തം പാട്ടം നൽകാത്ത മാപ്പിളമാർക്ക് നേരെ അക്രമങ്ങൾ അയച്ചുവിടാൻ നിലമ്പൂർ രാജയെ സഹായിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റി സെക്രട്ടറി ആയതിന്റെ പേരിൽ നിലമ്പൂർ കോവിലകത്തിലെ മാനേജർ ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഇമ്പോർട്ടന്റ് പോയിന്റ്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റി സെക്രട്ടറി ആയതിന്റെ പേരിൽ നിലമ്പൂർ കോവിലകത്തെ മാനേജർ ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. നിലമ്പൂർ രാജയുടെ തോക്ക് മോഷ്ടിച്ചു എന്ന വ്യാജക്കേസിൽ മന്നാട്ട് നാരായണ മേനോന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചു. നിലമ്പൂർ രാജയുടെ തോക്ക് മോഷ്ടിച്ചു എന്ന വ്യാജക്കേസില് മന്നാട്ട് നാരായണ മേനോന്റെ നേതൃത്വത്തിൽ, പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? മന്നാട്ട് നാരായണ മേനോന്റെ നേതൃത്വത്തില് പോലീസ് സംഘം വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചു. തിരൂരങ്ങാടിയിലെ പള്ളിയിൽ അഭയം നേടിയ വടക്കേ വീട്ടിൽ മുഹമ്മദിനെയും മുസ്ലിം പ്രമാണിയായിരുന്ന ആലി മുസ്ലിയാരെയും ബ്രിട്ടീഷ് പട്ടാളം പിടിക്കാൻ ശ്രമിച്ചത് മുസ്ലിം ജനങ്ങൾക്കിടയിലെ ജനരോക്ഷം ആളിക്കത്തിച്ചു. കേട്ടോ, തിരൂരങ്ങാടിയിലെ പള്ളിയിൽ അഭയം തേടിയ വടക്കേ വീട്ടിൽ മുഹമ്മദിനെയും മുസ്ലിം പ്രമാണിയായിരുന്ന ആലി മുസ്ലിയാരെയും ബ്രിട്ടീഷ് പട്ടാളം പിടിക്കാൻ ശ്രമിച്ചത് മുസ്ലിം ജനങ്ങൾക്കിടയിൽ ജനരോക്ഷം ആളിക്കത്തിച്ചു. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുവാനെത്തിയ ബ്രിട്ടീഷ് സൂപ്രണ്ട് ആരായിരുന്നു? ഹിച്ച് ഹോക്ക് ആയിരുന്നു. പേരെന്താണ്? ഹിച്ച് ഹോക്ക് എന്നായിരുന്നു. പൂക്കോട്ടൂർ യുദ്ധത്തിൽ മാപ്പിളമാരെ നയിച്ചത് വടക്കേ വീട്ടിൽ മുഹമ്മദ് ആയിരുന്നു. പൂക്കോട്ടൂർ യുദ്ധത്തിലെ മാപ്പിളമാരെ നയിച്ചതാരാണ്? വടക്കേ വീട്ടിൽ മുഹമ്മദ് ആയിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, നിലമ്പൂർ രാജയുടെ തോക്ക് മോഷ്ടിച്ചു എന്ന വ്യാജക്കേസിൽ മന്നാട്ട് നാരായണ മേനോന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ചു. എന്നാൽ ആ സമയം കൊണ്ട് വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ത് ചെയ്തു? അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഈ വന്ന പോലീസുകാർ ആ വീട് മൊത്തം അടിച്ചു തകർക്കുകയാണ് ചെയ്തത്. കേട്ടോ, അതിനുശേഷം തിരൂരങ്ങാടിയിലെ പള്ളിയിൽ അഭയം തേടിയ വടക്കേ വീട്ടിൽ മുഹമ്മദിനെയും മുസ്ലിം പ്രമാണിയായ ആലി മുസ്ലിയാരെയും ബ്രിട്ടീഷ് പട്ടാളം പിടിക്കാൻ ശ്രമിച്ചു. കാരണം എന്തെന്ന് അറിയാലോ സുഹൃത്തുക്കളെ, നമ്മുടെ നിലമ്പൂർ രാജയും അതുപോലെ ബ്രിട്ടീഷുകാരും ഭയങ്കര ദോസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ രാജയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ബ്രിട്ടീഷ് പട്ടാളം എന്ത് ചെയ്തത്? ഈ വടക്കേ വീട്ടിൽ മുഹമ്മദിനെയും അതുപോലെ തന്നെ ആലി മുസ്ലിയാരെയും പിടിക്കാനായിട്ട് എത്തിയത്. പക്ഷെ അവരെവിടെയായിരുന്നു? തിരൂരങ്ങാടിയിലെ പള്ളിയിലായിരുന്നു അഭയം തേടിയത്. പള്ളിക്ക് ചുറ്റും ബ്രിട്ടീഷ് പട്ടാളം എന്ത് ചെയ്തു? കൂട്ടം കൂടി നിന്നു. ഇതോടുകൂടി മുസ്ലിം ജനതകൾക്കിടയിലെ ജനരോക്ഷം ആളിക്കത്തിക്കുകയും ചെയ്തു. വടക്കേ വീട്ടിൽ മുഹമ്മദ് അറസ്റ്റ് ചെയ്യുവാൻ ശ്രമിച്ച ബ്രിട്ടീഷ് സൂപ്രണ്ട് ആരായിരുന്നു? ഹിച്ച് ഹോക്ക് ആയിരുന്നു. പേരെന്താണ്? ഹിച്ച് ഹോക്ക്. പൂക്കോട്ടൂർ യുദ്ധത്തിൽ മാപ്പിളമാരെ നയിച്ചത് വടക്കേ വീട്ടിൽ മുഹമ്മദ് ആയിരുന്നു. പഠിക്കുക. പൂക്കോട്ടൂർ കലാപ നേതാക്കൾ നിലമ്പൂർ രാജയെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ബ്രിട്ടീഷ് സൈന്യം പൂക്കോട്ടൂർ കലാപം അടിച്ചമർത്തി. പഠിച്ചോളെ, പൂക്കോട്ടൂർ കലാപ നേതാക്കൾ നിലമ്പൂർ രാജയെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ബ്രിട്ടീഷ് സൈന്യം പൂക്കോട്ടൂർ കലാപം അടിച്ചമർത്തി. പൂക്കോട്ടൂർ യുദ്ധത്തിൽ ഏകദേശം 300ഓളം പേർ മരിച്ചതായി കണക്കാക്കുന്നു. പഠിച്ചോളെ, പൂക്കോട്ടൂർ യുദ്ധത്തിൽ ഏകദേശം 300ഓളം പേർ മരിച്ചതായി കണക്കാക്കുന്നു.
പൂക്കോട്ടൂർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് സേനയുടെ കമാൻഡർ ആയിരുന്നു ബസ്റ്റൺ ലെങ്കസ്റ്റർ. പഠിച്ചോളണേ, പൂക്കോട്ടൂർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് സേനയുടെ കമാൻഡറിന്റെ പേരെന്താണ്? ബസ്റ്റൺ ലെങ്കാസ്റ്റർ എന്നായിരുന്നു. ബസ്റ്റൺ ലെങ്കാസ്റ്റർ എന്നായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പൂക്കോട്ടൂർ കലാപ നേതാക്കൾ നിലമ്പൂർ രാജയെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു. എങ്കിലും ബ്രിട്ടീഷ് സൈന്യം പൂക്കോട്ടൂർ കലാപം അടിച്ചമർത്തി. പൂക്കോട്ടൂർ യുദ്ധത്തിൽ ഏകദേശം 300ഓളം പേർ മരിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നു. പൂക്കോട്ടൂർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് സേനയുടെ കമാൻഡർ ആയിരുന്നു ബസ്റ്റൺ ലെങ്കാസ്റ്റർ. ആരാണ്? ബസ്റ്റൺ ലെങ്കാസ്റ്റർ. പഠിക്കുക. അടുത്തതായി നമ്മൾ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന്. അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും നമ്മുടെ 1921 നടന്ന മലബാർ കലാപവുമായിട്ട് എന്തൊക്കെ ബന്ധമുണ്ട്? അതാണ് നമ്മൾ ഇവിടെ ഇനി നോക്കാൻ പോകുന്നത്. കേരളവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കേരളവും ഖിലാഫത്ത് പ്രസ്ഥാനവും. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് കാരണമായ സമ്മേളനം 1920 മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് കാരണമായ സമ്മേളനം 1920 മഞ്ചേരി സമ്മേളനം, മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം. ഗാന്ധിജി കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. എന്താണ്? ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷവും 1920. അദ്ദേഹം എന്തിനാ വന്നത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ അർപ്പിക്കാൻ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗാന്ധിജി കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920. ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവാണ് ഷൗക്കത്ത് അലി. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവ് ആരാണ്? ഷൗക്കത്ത് അലിയാണ്. ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഖിലാഫത്ത് നേതാവ് ഷൗക്കത്ത് അലിയാണ്. പഠിക്കുക. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. പഠിച്ചോളനെ, കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ആയിരുന്നു. പഠിച്ചോളനെ, കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബും. കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയുമാണ്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയുമാണ്. തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ. വടക്കേ വീട്ടിൽ മുഹമ്മദുമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. വടക്കേ വീട്ടിൽ മുഹമ്മദ് എന്ന് പറയുന്നത് ആ പൂക്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടുപേരും ഈ കേരളത്തിലെ മൊത്തത്തിലുള്ള ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആര്? കാട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും. കേരളത്തിലെ മൊത്തത്തിലുള്ള ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബും. പഠിക്കുക. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് മലബാർ മേഖലയിൽ. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് LGSനും അതുപോലെ തന്നെ LDക്കും ചോദിച്ചു കണ്ടിരുന്നു. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് മലബാർ മേഖലയിലായിരുന്നു. കേരള ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിജി പിന്തുണച്ചതാണ് മലബാർ കലാപത്തിൽ കണ്ട അക്രമങ്ങളുടെ കാരണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ചേറ്റൂർ ശങ്കരൻ നായർ. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. കേരളത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ ഗാന്ധിജി പിന്തുണച്ചതാണ് മലബാർ കലാപത്തിൽ കണ്ട അക്രമങ്ങളുടെ കാരണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. വീണ്ടും പറയുന്നു, കേരള ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഗാന്ധിജി പിന്തുണച്ചതാണ് മലബാർ കലാപത്തിൽ കണ്ട അക്രമങ്ങളുടെ കാരണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു തിരൂരങ്ങാടി. പഠിച്ചോളനെ, മലബാർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു തിരൂരങ്ങാടി. മറക്കല്ലേ, മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? തിരൂരങ്ങാടിയായിരുന്നു. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് മലബാർ കലാപത്തിന്റെ നേതാക്കളെ പറ്റിയിട്ടാണ്. മലബാർ കലാപത്തിന്റെ നേതാക്കൾ: വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. സീതിക്കോയ തങ്ങള്. നെല്ലിക്കുന്നത്ത് ആലി മുസ്ലിയാർ. ഇവര് 3 പേരും നമ്മുടെ PSC സ്ഥിരം ചോദിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ PSCയുടെ ടെക്സ്റ്റ് ബുക്കിനകത്തും കാണുന്ന ഒരു പോയിന്റ് ആയിരിക്കും ഈ 3 എണ്ണം. പക്ഷേ ഇത്രയും പേരല്ല മലബാർ കലാപത്തിന്റെ നേതാക്കളായി പ്രവർത്തിച്ചത്.
കുറച്ച് പേരുടെ ഉണ്ട്, അവരെ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ അങ്ങ് പഠിച്ചു തീർക്കാം. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, നെല്ലിക്കുന്നത്ത് ആലി മുസ്ലിയാർ. ഈ 3 പേരുടെ പേരും ഏതൊരു PSCയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിയാലും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊരു റാങ്ക് ഫയൽ എടുത്തു നോക്കിയാൽ ഈ 3 പേരുടെ പേര് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. എന്നാൽ അവർ 3 പേരും മാത്രമല്ല മലബാർ കലാപത്തിന്റെ നേതാക്കന്മാര്, അവരെ കുറച്ചുകൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊരാളാണ് ചെമ്പ്രശ്ശേരി തങ്ങള്. ആരാണ്? ചെമ്പ്രശ്ശേരി തങ്ങള്. പരീക്കുട്ടി മുസ്ലിയാർ, പരീക്കുട്ടി മുസ്ലിയാര്. പാലക്കം തൊടി അബൂബക്കർ മുസ്ലിയാര്, പാലക്കം തൊടി അബൂബക്കർ മുസ്ലിയാര്. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാര്, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാര്. കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാര്, കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാര്. ഇത്ര പേരെ കൂടി ഒന്ന് പഠിക്കേണ്ടതുണ്ട് കേട്ടോ, എങ്കിൽ മാത്രമേ ആ പോയിന്റ്സ് മൊത്തം കവർ ചെയ്യുള്ളൂ. ചിലപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 വ്യക്തിത്വങ്ങൾ അല്ലാതെ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ നേതാവിനെ എടുത്ത് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് പഠിക്കുക. മലബാർ കലാപത്തിന്റെ നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, നെല്ലിക്കുന്നത്ത് ആലി മുസ്ലിയാർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ആലി മുസ്ലിയാർ എന്ന്. ഈ 3 പേരുകൾ മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. PSC പ്രീവിയസ് ആയിട്ട് ഇത്രയും കാലവും ഈ പറഞ്ഞിരിക്കുന്ന 3 വ്യക്തിത്വങ്ങളുടെ പേരാണ് മലബാർ കലാപത്തിന്റെ നേതാക്കളായി പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങോട്ടുള്ള വ്യക്തിത്വങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം PSCയുടെ ഇപ്പോഴത്തെ ചോദ്യ രീതി അനുസരിച്ച് ഈ ഭാഗത്തു നിന്നും ചോദ്യം ഉണ്ടാകാം. അവരാരൊക്കെയെന്ന് ചോദിച്ചാല് ചെമ്പ്രശ്ശേരി തങ്ങൾ, പരീക്കുട്ടി മുസ്ലിയാർ, പാലക്കം തൊടി അബൂബക്കർ മുസ്ലിയാർ, കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ. ഇത്ര പേരുകൾ കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. മലബാർ കലാപത്തിലെ നേതാക്കൾ. മലബാർ കലാപത്തിൽ കലാപകാരികൾ ഭരണാധികാരിയായി അവരോധിച്ചത് ആലി മുസ്ലിയാരെയായിരുന്നു. മലബാർ കലാപത്തിലെ കലാപകാരികൾ ഭരണാധികാരിയായി അവരോധിച്ചത് ആരെയായിരുന്നു? ആലി മുസ്ലിയാരെയായിരുന്നു. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് LDയും അതുപോലെ തന്നെ LGSഉം ഒരുപാട് തവണ ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് PSC. മലബാർ കലാപത്തിൽ കലാപകാരികൾ ഭരണാധികാരിയായി അവരോധിച്ചത് ആരെയാണ്? ആലി മുസ്ലിയാരെയാണ്. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആയിരുന്നു HV കനോലി. വർഷം 1855. പഠിച്ചോളേ. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആര് എന്ന് ചോദിച്ചാൽ അത് HV കനോലിയാണ്. വർഷം 1855 HV കനോലി വധിക്കപ്പെട്ടത്. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രവർത്തകനായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. പഠിച്ചോളനെ. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷ നൽകുകയും ചെയ്ത ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രവർത്തകനായിരുന്നു ചോദിച്ചാൽ അത് വക്കം അബ്ദുൽ ഖാദർ ആയിരുന്നു. 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവെന്നും മുസ്ലിങ്ങളുടെ അമീർ എന്നും ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നും സ്വയം വിശേഷിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. പഠിച്ചോളനെ. 1921 മലബാർ കലാപത്തിലെ ഹിന്ദുക്കളുടെ രാജാവെന്നും മുസ്ലിങ്ങളുടെ അമീർ എന്നും ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നും സ്വയം വിശേഷിപ്പിച്ച വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ അത് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. മലബാർ കലാപത്തിൽ കലാപകാരികൾ ഭരണാധികാരിയായി അവരോധിച്ചത് ആലി മുസ്ലിയാരെ. മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരെന്ന് ചോദിച്ചാൽ അത് HV കനോലിയാണ്. വർഷം 1855. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രവർത്തകൻ വക്കം അബ്ദുൽ ഖാദറിനെയാണ്. 1921 മലബാർ കലാപത്തിൽ ഹിന്ദുക്കളുടെ രാജാവെന്നും മുസ്ലിങ്ങളുടെ അമീർ എന്നും ഖിലാഫത്ത് ആർമിയുടെ കേണൽ എന്നും സ്വയം വിശേഷിപ്പിച്ച വ്യക്തിത്വം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. പഠിക്കുക. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാടുകടത്തിയ സ്ഥലമാണ് ആൻഡമാൻ നിക്കോബാറും അതുപോലെ തന്നെ ബോട്ടണി ബേ ഓസ്ട്രേലിയ. പഠിച്ചോളെ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് കലാപകാരികളെ നാടുകടത്തിയ സ്ഥലം എവിടെയാണ്? ഒന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്കും അതുപോലെ തന്നെ ബോട്ടണി ബേ ഓസ്ട്രേലിയയിലേക്കും. ബോട്ടണി ബേ എന്ന് പറയുന്ന ഓസ്ട്രേലിയ പ്രദേശത്തേക്കുമാണ് മലബാറിലെ കലാപകാരികളെ നാടുകടത്തിയത്. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് മേധാവിയായിരുന്നു ഹിച്ച് ഹോക്ക്. നേരത്തെ ഹിച്ച് ഹോക്ക് ഉണ്ടല്ലോ, തട്ടി കേട്ടോ ഹിച്ച് ഹോക്കിനെ. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് മേധാവി ആരാണ്? ഹിച്ച് ഹോക്ക് ആണ്. മലബാർ കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയമിതമായ കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപത്തെ കുറിച്ച്
പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. മലബാർ കലാപത്തെ ആസ്പദമാക്കി മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ ആണ്. മലബാർ കലാപത്തെ ആസ്പദമായിക്കൊണ്ട് മലബാർ മാനുവൽ രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് വില്യം ലോഗനാണ്. മലബാർ കലാപത്തിനു കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി വില്യം ലോഗൻ. മലബാർ കലാപത്തിനു കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? വില്യം ലോഗൻ ആണ്. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസ് സേനയെ ശക്തമായി നേരിട്ട മലയാളി വനിത കമ്മത്ത് ചിന്നമ്മ. പഠിച്ചോളനെ, 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസ് സേനയെ ശക്തമായി നേരിട്ട മലയാളി വനിത കമ്മത്ത് ചിന്നമ്മയാണ്. ആരാണ്? കമ്മത്ത് ചിന്നമ്മയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മലബാർ കലാപത്തിൽ പങ്കെടുത്തവരെ നാടുകടത്തിയ സ്ഥലം ആൻഡമാൻ നിക്കോബാർ ആണ്. അതുപോലെ തന്നെ ഒരു സ്ഥലവും കൂടെ ഉണ്ട്, ബൊട്ടാണി ബേ, ഓസ്ട്രേലിയയിലേക്കും. മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് മേധാവി ഹിച്ച്കോക്ക് ആണ്. മലബാർ കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയമിതമായ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപത്തെ ആസ്പദമാക്കി മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ ആണ്. മലബാർ കലാപത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വം വില്യം ലോഗനാണ്. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസ് സേനയെ ശക്തമായി നേരിട്ട മലയാളി വനിത കമ്മത്ത് ചിന്നമ്മ. പേരെന്താണ്? കമ്മത്ത് ചിന്നമ്മ. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് വാഗൺ ട്രാജഡി. എന്താണ് വാഗൺ ട്രാജഡി? വാഗൺ ട്രാജഡിയും കൂടെ ഇല്ലാതെ നമ്മുടെ 1921 മലബാർ കലാപം പൂർത്തിയാവില്ല. നമുക്ക് പഠിക്കാം. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി ഉണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്ന തീയതി 1921 നവംബർ മാസം 10-ാം തീയതി. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. വാഗൺ ട്രാജഡി നടന്ന തീയതി 1921 നവംബർ മാസം 10-ാം തീയതി. 1921 നവംബർ മാസം 10-ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കലാപകാരികളെ ബ്രിട്ടീഷ് പോലീസ് മേധാവിയായ ഹിച്ച്കോക്ക് ഒരു ഗുഡ്സ് വാഗണിൽ കുത്തിനിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. കോയമ്പത്തൂരിലെത്തിയ ഗുഡ്സ് വാഗൺ തുറന്നു നോക്കിയപ്പോൾ ശ്വാസം കിട്ടാതെ ധാരാളം കലാപകാരികൾ മരണപ്പെട്ടിരുന്നു. ഇതിനെ വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് വാഗൺ ട്രാജഡി എന്ന് ചോദിച്ചാല് 1921 നവംബർ 10-ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കലാപകാരികളെ ബ്രിട്ടീഷ് പോലീസ് മേധാവിയായ ഹിച്ച്കോക്ക് ഒരു ഗുഡ്സ് വാഗണിൽ കുത്തിനിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. കോയമ്പത്തൂരിലെത്തിയ ഗുഡ്സ് വാഗൺ തുറന്നു നോക്കിയപ്പോൾ ശ്വാസം ലഭിക്കാതെ ധാരാളം കലാപകാരികൾ മരണപ്പെട്ടിരുന്നു. ഇതിനെ വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നു. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട വ്യക്തികളുടെ എണ്ണം 72 ആണ്. പഠിച്ചോളനെ, വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട വ്യക്തികളുടെ എണ്ണം ചോദിച്ചാല് അത് 72 ആണ്. ഇത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചോളണം. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട വ്യക്തികളുടെ എണ്ണം ചോദിച്ചാൽ 72 ആണ്. കൃത്യമായിട്ട് 90-ന് മുകളിൽ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് 72 എന്നാണ്. അതുകൊണ്ട് അതാണ് നമ്മൾ പ്രധാനമായി പഠിക്കേണ്ടത്. വാഗൺ ട്രാജഡിയിൽ മരണപ്പെട്ട വ്യക്തികളുടെ എണ്ണം എത്രയാണ്? 72 ആണ്. വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ പേര് പഠിക്കുക. കേണൽ ഹംഫ്രിബ്. എന്താണ്? കേണൽ ഹംഫ്രിബ്. സ്പെഷ്യൽ ഓഫീസർ ഇവാൻസ്. സ്പെഷ്യൽ ഓഫീസർ ഇവാൻസ്. ജില്ലാ പട്ടാള മേധാവി ഹിച്ച്കോക്ക്. അപ്പൊ ഹിച്ച്കോക്ക് ആരായിരുന്നു? ജില്ലാ പട്ടാള മേധാവിയായിരുന്നു. ആരുടെയാണ്? ഇവന്മാരെല്ലാം ബ്രിട്ടീഷുകാരുടെയാണ് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ ജില്ലാ പട്ടാള മേധാവിയായിരുന്ന ഹിച്ച്കോക്ക്, സ്പെഷ്യൽ ഓഫീസർ ആയിരുന്ന ഇവാൻസ്, ബ്രിട്ടീഷുകാരുടെ കേണലായിരുന്ന ഹംഫ്രിബ് എന്നിവരാണ് വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയത്. അതിനോടൊപ്പം തന്നെ സൂപ്രണ്ട് ആയിരുന്ന ആമുവും കൂടെ അങ്ങ് പഠിച്ചോളാം കേട്ടോ. സൂപ്രണ്ട് ആയിരുന്ന ആമു, ജില്ലാ പട്ടാള മേധാവിയായിരുന്ന ഹിച്ച്കോക്ക്, സ്പെഷ്യൽ ഓഫീസർ ആയിരുന്ന ഇവാൻസ്, കേണൽ ഹംഫ്രീബ്, ഈ 4 പേരും ചേർന്നാണ് വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ. പഠിക്കുക. ഒന്നുകൂടി പറയാം. വാഗൺ ട്രാജഡിക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാ സുഹൃത്തുക്കളെ? കേണൽ ഹംഫ്രീബ്, സ്പെഷ്യൽ ഓഫീസർ ഇവാൻസ്, ജില്ലാ പട്ടാള മേധാവി ഹിച്ച്കോക്ക്, സൂപ്രണ്ടായിട്ടുള്ള ആമു. പഠിക്കുക. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴത്തെ തമിഴ്നാട്ടിലാണ്. പഠിച്ചോളണേ. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതായിരുന്നു? പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു. അതിപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമാണ്. വാഗൺ ട്രാജഡി സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി റീഡിംഗ് പ്രഭു ആയിരുന്നു. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്.
വാഗൻ ട്രാജഡി സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? റീഡിംഗ് പ്രഭു ആയിരുന്നു. കേരളത്തിന്റെ ഇരുട്ടറ ദുരന്തമെന്നും ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നും അറിയപ്പെട്ടിരുന്നത് വാഗൻ ട്രാജഡിയാണ്. പഠിച്ചോളനെ. കേരളത്തിന്റെ ഇരുട്ടറ ദുരന്തമെന്നും ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്നും അറിയപ്പെട്ടിരുന്നത് വാഗൻ ട്രാജഡിയാണ്. പഠിക്കുക. ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൻ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരായിരുന്നു. ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൻ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? സുമിത് സർക്കാരായിരുന്നു. വാഗൻ ട്രാജഡി നടത്തിയ ഗുഡ്സ് ട്രെയിൻ എന്ന് ചോദിച്ചാൽ MS&M റെയിൽവേയുടെ 1711 നമ്പർ വാഗണിലാണ്. പഠിച്ചോളനെ. വാഗൻ ട്രാജഡി നടത്തിയ ഗുഡ്സ് ട്രെയിൻ അല്ലെങ്കിൽ വാഗൻ ട്രാജഡി നടന്ന ഗുഡ്സ് ട്രെയിൻ എന്ന് ചോദിച്ചാല് MS&M എന്ന് പറയുന്ന റെയിൽവേയുടെ 1711 നമ്പർ വാഗണിലാണ്, അല്ലെങ്കിൽ 1711 നമ്പർ വാഗണിൽ വെച്ചായിരുന്നു. വാഗൻ ട്രാജഡി സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ മലബാർ സ്പെഷ്യൽ കമ്മീഷണർ ആയിട്ടുള്ള AR നേപ്പ് ആണ്. AR നാപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ AR നേപ്പ് എന്നായിരിക്കും കിടക്കുന്നത്. രണ്ടും ശരി തന്നെയാണ്. മലബാർ സ്പെഷ്യൽ കമ്മീഷണർ ആയിട്ടുള്ള AR നാപ്പ് അല്ലെങ്കിൽ AR നേപ്പ്. ഇദ്ദേഹമായിരുന്നു വാഗൻ ട്രാജഡി അന്വേഷണ കമ്മീഷന്റെ ചെയർമാന്. മദിരാശി റിട്ടയർഡ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് ആയിട്ടുള്ള അബ്ബാസ് അലി. മദിരാശി റിട്ടയർഡ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് ആയിട്ടുള്ള അബ്ബാസ് അലി. മണ്ണാർക്കാട്ടെ കല്ലടി മൊയ്തു. മണ്ണാർക്കാട്ടെ കല്ലടി മൊയ്തു. അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരയ്യർ. അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരയ്യർ. ഇങ്ങനെ ഒരു ചെയർമാനും 3 അംഗങ്ങളും ചേരുന്ന കമ്മീഷൻ ആയിരുന്നു വാഗൻ ട്രാജഡിയെ കുറിച്ച് അന്വേഷണം നടത്തിയത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കള്. ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൻ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. വാഗൻ ട്രാജഡി നടന്ന ഗുഡ്സ് ട്രെയിൻ എന്ന് ചോദിച്ചാൽ MS&M എന്ന് പറയുന്ന റെയിൽവേയുടെ 1711 നമ്പർ വാഗണിലാണ്. വാഗൻ ട്രാജഡി സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്തിയ കമ്മീഷനിലെ അംഗങ്ങൾ ചോദിച്ചാൽ മലബാർ സ്പെഷ്യൽ കമ്മീഷണർ ആയിട്ടുള്ള AR നാപ്പ് അല്ലെങ്കിൽ AR നേപ്പ് ആയിരുന്നു ചെയർമാൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം 3 അംഗങ്ങളും ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു അവര്? മദിരാശി റിട്ടയർഡ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് ആയിട്ടുള്ള അബ്ബാസ് അലി, അതുപോലെ തന്നെ മണ്ണാർക്കാട്ടെ കല്ലടി മൊയ്തു, അതുപോലെ അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരയ്യർ. ഇത്രയും പേരായിരുന്നു വാഗൻ ട്രാജഡിയുമായി ബന്ധപ്പെട്ടിരുന്ന അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങൾ. പഠിക്കുക. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നത് 1922 ജനുവരി 20. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നത് 1922 ജനുവരി മാസം 20 ആലി മുസ്ലിയാരെ കോയമ്പത്തൂരിലെ ജയിലിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന തീയതി 1922 ഫെബ്രുവരി 17. ഈ 2 വർഷവും പഠിച്ചോളനെ. വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നത് 1922 ജനുവരി 20. ആലി മുസ്ലിയാരെ കോയമ്പത്തൂർ ജയിലിൽ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന തീയതി 1922 ഫെബ്രുവരി മാസം 17. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. പഠിച്ചോളനെ. വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. പൂക്കോട്ടൂർ യുദ്ധ സ്മാരക ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് അറവങ്കരയാണ്. പഠിച്ചോളനെ. പൂക്കോട്ടൂർ യുദ്ധ സ്മാരക ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് അറവങ്കരയാണ്. ഒന്നുകൂടി പറയാം, വാഗൻ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരും പൂക്കോട്ടൂർ യുദ്ധ സ്മാരക ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് അറവങ്കരയുമാണ്. പഠിക്കുക. പൂക്കോട്ടൂർ യുദ്ധ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പിലാക്കലാണ്. പൂക്കോട്ടൂർ യുദ്ധ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പിലാക്കലാണ്. വാഗൻ ട്രാജഡി ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വള്ളുവമ്പ്രം. പഠിച്ചോളനെ. വാഗൻ ട്രാജഡി ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വള്ളുവമ്പ്രമാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ട്രെയിനിന്റെ മാതൃകയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഇമ്പോർട്ടന്റ്. വാഗൻ ട്രാജഡി ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വള്ളുവമ്പ്രമാണ്. സ്ഥലത്തിന്റെ പേരെന്താണ്? വള്ളുവമ്പ്രമാണ്. മലബാർ ലഹളയിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ശവക്കല്ലറ സ്ഥിതി ചെയ്യുന്നത് തിരൂരങ്ങാടിയിലെ ചന്തപ്പടയിലാണ്. പഠിച്ചോളനെ. മലബാർ ലഹളയിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ശവക്കല്ലറയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അത് തിരൂരങ്ങാടിയിലെ ചന്തപ്പടയാണ്. ഒന്നുകൂടി പറയാം, പൂക്കോട്ടൂർ യുദ്ധ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പിലാക്കലാണ്. വാഗൻ ട്രാജഡി ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വള്ളുവമ്പ്രമാണ്.
മലബാർ ലഹളയിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ശവക്കല്ലറ സ്ഥിതി ചെയ്യുന്നത് തിരൂരങ്ങാടിയിലെ ചന്തപ്പടയാണ് പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാഹിത്യ രചനകളും അതുപോലെ തന്നെ സിനിമകളുമാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാഹിത്യ രചനകളും അതുപോലെ സിനിമകളുമാണ്. PSC ഇത് മുഴുവൻ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒരു പോയിന്റ് പോലും നമുക്ക് കളയാനില്ല. പഠിക്കുക. മലബാർ കലാപത്തിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതി ദുരാവസ്ഥ. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതി ദുരാവസ്ഥ. മലബാർ കലാപ സമയത്ത് ആസ്പദമാക്കിക്കൊണ്ട് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബ്. മലബാർ കലാപത്തെ ആസ്പദമാക്കിക്കൊണ്ട് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബാണ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് K. മാധവൻ നായർ. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് K. മാധവൻ നായരാണ്. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് IV ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് 1921. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് IV ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് 1921. ഒന്നുകൂടി പറയാം, മലബാർ കലാപവും സാഹിത്യ രചനകളും സിനിമകളുമാണ് നമ്മൾ പറഞ്ഞത്. മലബാർ കലാപത്തെ പശ്ചാത്തലമായിക്കൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതി ദുരാവസ്ഥ. മലബാർ കലാപത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബാണ്. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് K. മാധവൻ നായർ. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപത്തെ ആസ്പദമാക്കിക്കൊണ്ട് IV ശശി സംവിധാനം ചെയ്ത ചിത്രമാണ് 1921. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ കേരളത്തിൽ നടന്ന കലാപങ്ങളും അല്ലെങ്കിൽ സമരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഇതിലെ എല്ലാ പോയിന്റ്സും സുഹൃത്തുക്കൾ 2 തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ സുഹൃത്തുക്കൾ മറക്കരുത്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇത്രയുമായിരുന്നു പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ചർച്ച ചെയ്തതിൽ. ഇവയിൽ പലതും PSC 50ഉം 60ഉം തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ദയവായി ഇവയെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.